ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഇരുട്ടത്ത് ഞാൻ ഈ ഫോൺ പൊക്കി പിടിച്ച് അങ്ങോട്ടാണ് ഓടുന്നതെന്ന്. അതൊരു പുതിയ ചലഞ്ചിൻ്റെ കഥയാണ്. കഥ ഞാൻ പറയാം. ഞാൻ ചുമ്മാ ഇൻസ്റ്റയിൽ കയറി ടൈം മാനേജ്മെൻറ്റ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് 1.5 മണിക്കൂർ ഞാൻ ഇൻസ്റ്റയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1.5 മണിക്കൂറിനകത്ത് 1 മണിക്കൂർ ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താലോ, അതായത് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനോ പുതിയ എന്തെങ്കിലും ചെയ്യാനോ മാറ്റി വെച്ചാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് 2 കിലോമീറ്റർ ഓടാൻ പോയിട്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്കും പത്രം വീട്ടിൽ കിടപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നെ പത്രം വായിക്കാമെന്ന് വിചാരിച്ചു. അതിനകത്ത് ഒരു ന്യൂസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഒറ്റമുറി റൂമിൽ മണ്ണെണ്ണ പഠിച്ചിട്ടാണ് ഇവർ 4 പേരും ഗവൺമെൻറ് ജോലി വാങ്ങിയത്. അത് ഭയങ്കര വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം നേരെ ഞാൻ അക്കാഡമിയിലേക്ക് പോയിട്ട് യോഗ സെക്ഷനാണ് ചെയ്തത്. സ്റ്റാൻഡിങ്ങും സിറ്റിങ്ങും ലൈങ്ങും കുറച്ച് പോസുകളൊക്കെ ചെയ്തു. അതിനുശേഷം നേരെ പ്രാണായാമത്തിലേക്ക് കയറി. പ്രാണായാമത്തിൽ മെയിനായിട്ട് നാഡീശുദ്ധി പ്രാണായാമമാണ് ചെയ്തത്. നാഡീശുദ്ധി പ്രാണായാമം ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ട് നേരെ സ്പോർട്സ് യോഗയുടെ ബുക്ക് എടുത്തു. പ്രാണായാമത്തിൻ്റെ സെക്ഷനാണ് വായിക്കാൻ ഉദ്ദേശിച്ചത്. ഉജ്ജയ് പ്രാണായാമം, ഭസ്ത്രിക പ്രാണായാമം, ശീതളി പ്രാണായാമം, ഭ്രാമരി, മൂർച്ച, പ്ലാവനി പ്രാണായാമത്തെക്കുറിച്ചൊക്കെ കുറച്ച് നേരം വായിച്ചു. അതിനുശേഷം വീണ്ടും അക്കാഡമിയിലേക്ക് പോയിട്ട് കുറച്ച് നേരം നേരുകാലും വീതാലും കോൺകാലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനുശേഷം നേരെ പോയത് സ്കിപ്പ് റോപ്പ് വർക്കൗട്ടിലേക്കാണ്. സ്കിപ്പ് റോപ്പ് വർക്കൗട്ട് ചെയ്തിട്ട് നേരെ ബാഗിലെ കിക്കിൻ്റെ സെക്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ടോട്ടൽ 100 കിക്ക് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. 100 കിക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത സെക്ഷനിൽ റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ചാണ് വർക്കൗട്ട് ചെയ്തത്. കിക്കും മഞ്ചൊക്കെ ചെയ്ത് നോക്കി. അതിനുശേഷം വൈകുന്നേരത്തെ സെക്ഷനായിരുന്നു. വൈകുന്നേരത്തെ സ്കൂളിൽ നിന്നിട്ട് നേരെ പോയത് കുറച്ച് ദിവസം മുമ്പ് നട്ട ഇഞ്ചിക്കൊക്കെ വെള്ളം ഒഴിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് നേരെ അടുത്ത ബുക്ക് എടുത്തു, ജീവിതത്തിലെ തോൽവികളെ എങ്ങനെ വിജയങ്ങളാക്കാം. അടിപൊളി ബുക്കാണ്. സെബിനസ് കൊട്ടാരൻ, ജോബിനസ് കൊട്ടാരൻ എന്നിവരാണ് ഇത് രചിച്ചേക്കുന്നത്. ഇതിനകത്ത് മാഡം ക്യൂറിയുടെ ഒരു കഥയുണ്ട്. ആ കഥ എന്തായാലും ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് കുറച്ച് വിറക് പറക്കാനാണ്. വിറക് ഒരുപാടുണ്ടായിരുന്നു. വിറക് പറക്കൊണ്ട് വന്നിട്ട് കുറച്ച് നേരം വിറക് കയറാമെന്ന് വെച്ചു. അങ്ങനെ കുറച്ച് നേരം വിറകും കയറി. പിന്നീട് പോയത് അക്കാഡമിയിലേക്കാണ്. സ്ട്രെച്ച് ചെയ്തിട്ട് നേരെ സ്റ്റാർട്ട് ചെയ്തത് സ്കിപ്പ് റോപ്പിൻ്റെ സെക്ഷനാണ്. അത് കഴിഞ്ഞിട്ട് നേരെ നഞ്ചക്ക് എടുത്തു. നഞ്ചക്കിൻ്റെ സെക്ഷൻ കുറച്ച് നേരം ചെയ്ത് നോക്കി. കുറച്ച് നേരം ബാറ്റിൽ ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം സ്റ്റിക്ക് എടുത്തു. സ്റ്റിക്കിൻ്റെ റൊട്ടേഷൻ കുറച്ച് ചെയ്ത് നോക്കി. പിന്നീട് ഡബിൾ നഞ്ചക്ക് ചെയ്ത് നോക്കി. അടുത്തത് ബാഗിൻ്റെ സെക്ഷനായിരുന്നു. കുറച്ച് നേരം കിക്കും മഞ്ചൊക്കെ ചെയ്ത് നോക്കി. പിന്നീട് പോയത് ലാസ്റ്റ് സെക്ഷനായ ഓട്ടത്തിലേക്കാണ്. 1 കിലോമീറ്റർ ഓടിയിട്ട് എന്ന സെക്ഷൻ വൈൻഡപ്പ് ചെയ്തു. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.